ലവ്ലി ഗാർഡൻസിൻ്റെ ഓണം വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണാശംസകൾ. എങ്ങനെ പോകുന്നു എല്ലാവരും? ഇത് ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ ഡ്രോപ്പ് ബ്ലഡും അഖിലയും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ക്ലീനിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കോളേജിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരും. അപ്പോൾ ഒത്തിരി ലേറ്റായി പോവും നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ. പിന്നെ ഒരു സൺഡേ അല്ലേ മുടക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ മണ്ണുത്തി പോയി കുറേ ചെടികൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ കുറേ ജറബറ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പുല്ല് വളർന്ന് ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നേ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് പിറ്റേ ദിവസത്തേക്കുള്ള നമ്മുടെ ഓണത്തിനുള്ള പച്ചക്കറികളെല്ലാം അരിയണം. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ പൂക്കളിടാനുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ച റോസൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാടും പടർപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കെട്ടിൻ്റെ അവിടെ നിറച്ച് പുല്ലുകളായി. പിന്നെ നമ്മുടെ താമരയുടെ ചട്ടിയിലൊക്കെ നിറച്ച് പായലും പൂപ്പലൊക്കെ വന്നു. ഇങ്ങനെ സൈഡിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഫംഗസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്യണം. സൺഡേ ആകുമ്പോഴാണ് നമുക്ക് സാധാരണ ക്ലീൻ ചെയ്യാൻ പറ്റാറ്. പക്ഷേ മിക്ക സൺഡേയിലും കുറേ അലക്കാനും അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഞാൻ ഇതുപോലെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസം മുടക്കുണ്ട്. കോളേജ് അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് നമുക്ക് തുറക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ഓണത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വരാനായിട്ട് തുടങ്ങി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പച്ചക്കറി അരിയാനും പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ വിരുന്നുകാരൊന്നുമില്ല. പക്ഷേ കുറച്ച് കറി നമ്മൾ കൂടുതൽ വെച്ചിട്ട് നമ്മുടെ റിലേറ്റീവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറികൾ നമ്മൾ കൂടുതൽ വെക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല, വേറെ ആൾക്കാരൊന്നും പുറത്തൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി അരിയാനായിട്ട് ഇരുന്നു കേട്ടോ. നമ്മൾ സാധാരണ വയ്ക്കുന്ന കറികളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. മമ്മി ഒരു ഭാഗത്തോടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനെ കഴുകാനുള്ള തുണികൾ അങ്ങനെ എല്ലാം കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ടാണ് നമ്മൾ കറികളെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. മമ്മി രാത്രി ഉള്ളിക്കറി അങ്ങനെയൊക്കെ വെച്ചു. അതുപോലെ തന്നെ കാളൻ, ഉള്ളിക്കറി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസത്താണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ നമ്മുടെ സദ്യയെല്ലാം പിറ്റേ ദിവസം ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ സദ്യയെല്ലാം റെഡിയാക്കി ഞാൻ വിളമ്പാനായിട്ട് ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ പകർത്തി ഊണുമേശമേ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ണുമ്പോൾ കുത്തരി ചോറ് വേണമെന്നുള്ളത്. അപ്പോൾ കുത്തിരി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുത്തിരി ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറികളൊക്കെ ഞാൻ കാണിക്കാം. നിങ്ങൾ ഏതൊക്കെ കറികളാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ. പഴം പുഴുങ്ങിയതുണ്ട്, അതുപോലെ തന്നെ കായ വറുത്തത്, ഇത് ഞാനിവിടെ വറുത്താണ്. പിന്നെ ഇത് മാങ്ങച്ചാറ്, വടുകപ്പുളിയൻ അച്ചാറ്, ഇത് ഉള്ളിക്കറി, പിന്നെ നമുക്ക് വരുന്നത് പുളിഞ്ചി, കാളൻ, പിന്നെ എരിശ്ശേരി, പിന്നെ വരുന്നത് തോരനായിരുന്നു, കാബേജ് തോരനാണ്, പിന്നെ അവിയൽ, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചോറ്, സാമ്പാർ, പിന്നെ പായസം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ, കറികളുണ്ടായിരുന്നത്. എല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കണു. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഓണവിശേഷങ്ങൾ കേട്ടോ. പിന്നെ മുറ്റത്ത് ഞാനും സച്ചിക്കുട്ടനും കൂടെ ഒരു പൂക്കളൊക്കെ ഇട്ടു. ചെറുതായി മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയല്ലോ. അപ്പോൾ പൂക്കളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന പൂക്കളും കൊണ്ട് മാത്രമാണ് നമ്മൾ പൂക്കളിട്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന വെള്ള കളറും പച്ച കളറൊക്കെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പീരിയില്ലേ, നമ്മൾ പായസത്തിന് പിഴിഞ്ഞ തേങ്ങാപ്പീരിയില്ലേ, അതിൻ്റെ ബാക്കി വന്നത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വെറുതെ തട്ടിക്കൂട്ടിയൊരു പൂക്കളും. പിന്നെ വീട് ചെറുതായൊക്കെ ഞാനിങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ഇത് കിട്ടില്ലേ, അതുകൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരുന്നു കേട്ടോ. തൂണിലും അതുപോലെ തന്നെ മേളിലും ഒക്കെ ജോനൂട്ടിന് കാണാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ജോനു ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അമ്മ ഇതുപോലെ നമുക്ക് വേണമെന്നൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സന്തോഷം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ കോളേജിൽ പോയി എടുത്താണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.